2024 നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ദർശൻ എസ് കുമാറിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദർശന് 685 മാർക്കായിരുന്നു ഉള്ളത്. അപ്പോൾ നമുക്ക് ദർശൻ്റെ വിശേഷം ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ ദർശൻ്റെ സ്കോർ 685. ഈ ഒരു സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഞാൻ ബ്രില്യൻ്റ് മറ്റേ എക്സാം കഴിഞ്ഞ് കീ നോക്കി ഏകദേശം ഈ സ്കോർ തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നല്ലേ? ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമിൻ്റെ സ്കോറൊക്കെ ഈ ലെവലിലേക്ക് എത്തിയിരുന്നോ? എനിക്ക് അവിടെ മോഡൽ എക്സാമിന് ഒരു 650 തൊട്ട് ഈ 720 ആ റേഞ്ചിലൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അവസാനം മോഡലിനൊക്കെ ഇപ്പോൾ നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ അതിൻ്റെയൊക്കെ ഒരു ആവറേജ് മാർക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പം 700 above ഒക്കെ പോയിട്ടുണ്ടോ? 700 പോയിട്ടുണ്ട്. അവിടെ ക്യാഷ് അവാർഡും എല്ലാം കിട്ടിയിട്ടുണ്ട്. സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ 10 വരെ BRM സെൻട്രൽ സ്കൂളിലായിരുന്നു, ഇവിടെ ചെങ്ങമനാട്. പിന്നെ +1 +2 കിഴക്കേ തിരുവ് സെന്റ് മേരീസ്. ഓക്കെ. അപ്പം ബ്രില്യൻറ്റിൽ എന്തെങ്കിലും നേരത്തെ കോഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വന്നു. അതേ ഉള്ളൂ. ഓക്കെ. റിപ്പീറ്റ് എവിടെ ചെയ്ത? പാലയില് പാല സെന്റർ ആയിരുന്നു. ഏത് ബാച്ച് ആയിരുന്നു? ഞാൻ P26 ബാച്ച്. P26. എൻട്രൻസിന്റെ സ്റ്റഡി പ്ലാൻ ഒക്കെ എങ്ങനെയായിരുന്നു? ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്യായിരുന്നോ? ഞാൻ മറ്റേ അവിടെ ഡെയിലി ടോപ്പിക് അനുസരിച്ച് എല്ലാം പ്രിപ്പയർ ചെയ്ത് വീക്കിലി എക്സാമിന് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ വർക്ക് ബുക്കിൽ അതെല്ലാം വെച്ച് ചെയ്ത് അങ്ങനെയായിരുന്നു. അപ്പം ഈ ടൈമൊക്കെ രാവിലെ ഇപ്പോൾ എഴുന്നേൽക്കും? എത്ര മണിക്കൂർ പഠിക്കും? ഞാൻ രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരുന്നു. ഒരു 12:30 വരെ ഇരുന്നിട്ട് രാവിലെ 6:30 എണ്ണീറ്റ് അങ്ങനെ ബാക്കി പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്ത് ക്ലാസ്സിന് വർക്കൗട്ട് ചെയ്യായിരുന്നു. പ്രോബ്ലംസ് ഒക്കെ, ന്യൂമറിക്കൽസ് ഒക്കെ എല്ലാ ചാപ്റ്റർ അവിടെ ടോപ്പിക് എടുത്ത് കഴിയുമ്പോൾ ഒരു ഗൈഡ് എടുത്ത് അതിൻ്റെ പ്രോബ്ലംസ് മൊത്തം ചെയ്ത് നോക്കുമായിരുന്നു. മോൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാ? എനിക്ക് 3 ഒരേപോലെ ഇഷ്ടമാണ്, എന്നാലും ബയോളജി ഇച്ചിരി കൂടെ ഇഷ്ടമായിരുന്നു. ഇഷ്ടമല്ലേ? എന്ത് ബയോളജി ഇഷ്ടപ്പെടാൻ കാരണം? എന്നിട്ട് അനാട്ടമിയും അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, വായിച്ചിരിക്കാൻ നല്ല രസം. ബയോളജി അല്ലേ? MBBS തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? എനിക്ക് കൊച്ചിലെ ഡോക്ടറാവാൻ തന്നെയായിരുന്നു താല്പര്യം. ആരെങ്കിലും ചോദിച്ചാലും എനിക്ക് ഡോക്ടറാവണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ചേട്ടനും ചേച്ചിയൊക്കെ MBBS തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ട് അവരും വഴി ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്നത്. എൻ്റെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ ബ്രില്യൻറ്റ് സഹായിച്ച്. ലൈബ്രറി ലേണിംഗ് ആപ്പൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എടുക്കുമായിരുന്നു. മറ്റേ ഗൈഡൊക്കെ ചെയ്ത് നോക്കാനൊക്കെ എടുക്കുമായിരുന്നു. ഓരോ എക്സാം കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി എടുക്കുമായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചറൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പ്രദീപ് സാറ്. പിന്നെ കോർഡിനേറ്റേഴ്സ് അവരെല്ലാം നല്ല ഹെൽപ്പ് ചെയ്തു. ബിജു ജെയിംസ് സാറ്, സെബാസ്റ്റ്യൻ സാറ് എല്ലാവരും ഹെൽപ്പ് ചെയ്തല്ലേ? അപ്പോൾ ഇനി 2025 നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ഉറക്കം മസ്റ്റാണ്. ഒരു മിനിമം ഒരു 6 to 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. പിന്നെ ടെൻഷൻ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും മാക്സിമം കൺട്രോൾ ചെയ്ത് പരീക്ഷ എഴുതുക. മറ്റേ സില്ലിയായിട്ടുള്ള മിസ്റ്റേക്സ് എല്ലാം ഒഴിവാക്കുക. മറ്റേ ബബ്ലിംഗ് മിസ്റ്റേക്ക് ആയാലും അതെല്ലാം ഒഴിവാക്കിയാൽ നമുക്ക് നല്ലപോലെ ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റും. ദർശൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായി ദർശൻ്റെ അച്ഛനും അമ്മയും നമ്മോടൊപ്പം ഉണ്ട്. ദർശൻ്റെ അച്ഛൻ പോലീസ് സബ് ഇൻസ്പെക്ടറാണ്, അമ്മ കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ടൻ്റ് ആണ്. കൂടുതൽ സന്തോഷങ്ങൾ നമുക്ക് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സർ, ദർശൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്താ ആദ്യം തോന്നിയത്? മോൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവനെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ബ്രില്യൻറ്റിലെ നമ്മളെ അവസാനത്തെ മാർക്കുകളും വീക്കിലി എക്സാമിൻ്റെയൊക്കെ മാർക്കുകൾ, മോഡൽ എക്സാമിൻ്റെ മാർക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അവസാനം പിന്നെ ഈ നമ്മൾ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇയാൾക്കങ്ങ് ടെൻഷനായിരുന്നല്ലോ, ഈ എക്സാം കഴിഞ്ഞ് എത്ര കിട്ടുമെന്നുള്ളത്. അങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം അന്ന് തന്നെ ഒരു ആൻസർ കീ വന്ന് നോക്കിയപ്പോൾ തന്നെ 690 കണക്കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ റിസൾട്ടിനകത്ത് അത് പ്രതീക്ഷിക്കാം. കാരണം ആക്ച്വൽ പിള്ളേർ കറക്റ്റായിട്ടായിരിക്കുമല്ലോ കൂട്ടുന്നത്. അപ്പോൾ നമുക്കത് തന്നെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. +2 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം ദർശൻ പറഞ്ഞപ്പം റിപ്പീറ്റഡ് കോഴ്സ് ചൂസ് ചെയ്യാൻ ഒരു ആഗ്രഹം പറഞ്ഞു കാണുമല്ലോ. അപ്പോൾ ബ്രില്യൻറ്റ് തന്നെ ചൂസ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? ബ്രില്യൻറ്റ് തന്നെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ് ഞങ്ങളുടെ ഫാമിലിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മോളാണ് മൂത്തത്. പിന്നെ എൻ്റെ ചേട്ടൻ, അയാൾ ഇപ്പോൾ ഇല്ല, ചേട്ടൻ്റെ മോൻ. അപ്പോൾ അവനും ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറുമായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു പ്രതീക്ഷ അവൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. അവരുടെ പാത പിന്തുടരണമെന്നുള്ള ആഗ്രഹം അവനിൽ നിന്ന് തന്നെ നമ്മൾ അറിഞ്ഞപ്പോൾ പിന്നെ വേറെ ചോയ്സ് ഇല്ല നമുക്ക്
ബ്രില്യൻറ്റ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക ആശ്രയം. അങ്ങനെയാണ് ബ്രില്യൻറ്റ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇനി നാളെ ഞങ്ങളുടെ അയൽവാസികൾ കുട്ടികൾക്കും എല്ലാം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തേക്കുന്ന ബ്രില്യൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തെയാണ്. മാം, അപ്പോൾ നമ്മുടെ ദർശൻ്റെ പഠന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പഠിക്കാൻ പണ്ട് തൊട്ടേ ഇതുപോലെ മിടുക്കനൊക്കെ ആയിരുന്നോ? ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടായിരുന്നോ? പഠിക്കാൻ മിടുക്കനായിരുന്നു, പക്ഷേ ഇങ്ങനെ മുഷിഞ്ഞിരുന്നുള്ള പഠിത്തമൊന്നും ഇല്ലായിരുന്നു. അതാകെ ബ്രില്യൻറ്റിൽ പോയി ആ റിപ്പീറ്റ് ബാച്ച് ജോയിൻ ചെയ്തപ്പോൾ മാത്രമാണ് തോന്നും. നമ്മൾ വീട്ടിലങ്ങനെ മുഷിഞ്ഞിരുന്ന് പഠിക്കുന്ന കണ്ടിട്ടേ ഇല്ല. പിന്നെ മാർക്ക് പറയുമ്പോൾ നമ്മളോട് പറയും അമ്മ സങ്കടം വരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അന്നേരം നമ്മൾ സാരമില്ല അടുത്ത പ്രാവശ്യം അത് ചെയ്താൽ മതി എന്നൊക്കെ പറയും. ഇച്ചിരി ടെൻഷനുള്ള കൂട്ടത്തിലായിരുന്നു. അയാൾ അടുത്ത നീറ്റിൻ്റെ കുറിച്ച് പറഞ്ഞില്ലേ, ബബിൾസ് കറുപ്പിക്കണം. ഈ പ്രാവശ്യം 4 ക്വസ്റ്റ്യൻ തെറ്റിയത് അങ്ങനെയാണ്. ബബിൾ ചെയ്ത് മാറിപ്പോയി. അതായത് കറക്റ്റ് അറിയാവുന്നതായിരുന്നു, ബബിൾ ചെയ്തപ്പോൾ മാറിപ്പോയി. അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്, ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം നല്ല ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ്. അതായത് നമുക്കങ്ങനെ പുറമെ നടന്ന് പഠിക്കണമെന്ന് പറയേണ്ട ഒരു, പക്ഷെ നമുക്ക് പുറകെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, പക്ഷേ ആള് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് അറിയാം. ഇച്ചിരി സൈലൻ്റാണ്. അപ്പം നമുക്കിങ്ങനെ എന്തുവാ എങ്ങനെയാണെന്നുള്ള ഒരിത് പഠിക്കുമെന്നറിയാം. പക്ഷേ പിന്നെ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമിൻ്റെ മാർക്കൊക്കെ കണ്ടപ്പോൾ നമുക്ക് പറഞ്ഞ കണക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതയാൾ നിലനിർത്തി. അപ്പോൾ എപ്പോഴും പറയാം എനിക്ക് 4 ക്വസ്റ്റ്യനും കൂടെ ശരിയായിരുന്നെങ്കിൽ, അതായത് അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചതായിരുന്നു. 4 ക്വസ്റ്റ്യൻ ശരിയായിരുന്നെങ്കിൽ മാർക്ക് കുറച്ച് കൂടിയായിരുന്നു. അത് ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. അതൊരു സങ്കടം തന്നെ, അതെപ്പോഴും പറയും. കുഴപ്പമില്ല, അപ്പോൾ ഇത് നല്ല സ്കോർ തന്നെ. നല്ല സ്കോറാണ്. അപ്പോൾ 2024 നീറ്റിൽ ഇത്രയും വലിയൊരു മാർക്കൊക്കെ മേടിച്ച് മോൻ്റെ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ ഒരു ഡോക്ടറാവാൻ, ഒരു സക്സസ്ഫുൾ ഡോക്ടറാവാൻ കഴിയട്ടെ എന്ന് ബ്രില്യൻ ഫാമിലിയുടെ പേരിൽ ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.